ഇതും അതേപോലെ തന്നെയാണ്. അല്ല, കമ്പനി മാറിയതുകൊണ്ട് സാധനം കുറവുണ്ട്. ഇതിൽ 2 LED കുറവാണ് ഗൈസ്. ആ പൂത്തിരിയൊക്കെ കത്തിച്ചാൽ മണ്ടാവല്ലേ, ആരും മറന്നുണ്ട് ഗൈസ്. കത്തിക്കും, ഷോക്ക് അടിച്ചു. സോൾഡറിങ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നല്ലോണം സൂക്ഷിക്കണേ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ LED ബൾബില്ലേ, ഈ LED ബൾബ് നമ്മൾ ജസ്റ്റ് നമ്മൾ സാധാരണ ചെയ്യാറ് ഇങ്ങനെ ബൾബ് ഓർമ്മ കൊടുക്കും, അതുപോലെ തന്നെ കൊടുക്കുമ്പം ഈ ബൾബ് പ്രകാശിക്കും. അത്രേ നമുക്കറിയുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നത്, വേറെ യൂട്യൂബ് ചാനലൊന്നും ഇതിൻ്റെ വീഡിയോ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ നോക്കിയില്ല. ഇത് ഹ്യൂമെക്സ് എന്നൊരു കമ്പനീൻ്റെ ബൾബാണ്. അതുപോലെ തന്നെ 9 വാട്ട്സ് ആണ് ഈ ബൾബ്. അതുപോലെ തന്നെ ഇതിമേ കുറേ മെയ്ഡ് ഇൻ ഇന്ത്യയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഊരി നോക്കാം. കുറച്ച് ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, അതുകൊണ്ട് നമുക്ക് പോന്നിട്ടുണ്ട്. ഇത്രയൊക്കെ അതിൻ്റെ തുള്ളൂ. അപ്പോൾ ഇത് 9 വാട്ട്സിൻ്റെതായതുകൊണ്ട് നമുക്ക് ഇവിടെ കാണാൻ കുറേ ബൾബുണ്ട്. എത്ര LED ഉണ്ട് നോക്കാം. 3, 4, 9. ഈ 9 വാട്ട്സിൻ്റെ വരുന്നത് 18 ചെറിയ ചെറിയ LEDകളാണ്. അപ്പോൾ നമുക്ക് 9 അല്ലാതെ വേറെ ബൾബ് നോക്കാം. അപ്പോൾ ഇതും അങ്ങനത്തെ ഒരു ബൾബ് തന്നെയാണ്. ഇത് വർക്ക് ചെറുങ്ങനെ ചെയ്യട്ടോ. ഇതും 9 വാട്ട്സ് തന്നെയാണ്. യെസ്, ഇത് 9 വാട്ട്സ് ആണ്. കമ്പനി മാറ്റുന്നുണ്ട്. എന്താ ഗ്രാൻഡ് വൈറ്റോ, അത് കാണാതെ കഴിഞ്ഞ്. ഇതും അതേപോലെ തന്നെയാണ്. അല്ല, കമ്പനി മാറിയതുകൊണ്ട് സാധനം കുറവുണ്ട്. ഇതിൽ 2 LED കുറവാണ് ഗൈസ്. ആണ് 2 LED കുറവാണ്. അപ്പോൾ ഹ്യൂമെക്സ് ആട്ടോ നല്ലത്. വില നോക്കണല്ലേ, അങ്ങനെ ആകുമ്പോൾ. 9 വാട്ട്സ് ആണല്ലോ. യെസ്, 9 വാട്ട്സ് ആണല്ലേ. 9 വാട്ട്സ്, അതുപോലെ തന്നെ 9 വാട്ട്സ്. അപ്പോൾ ഇതിൽ നിങ്ങൾ പോസ് ചെയ്ത് എണ്ണി നോക്കി. ഇതിൽ ഈ റോല് 4, ഈ റോല് 4 അല്ല 4 അല്ല 8, 8, 16. അതേപോലെ തന്നെ 8, 8, 16, 17, 18. അത് നല്ല മാറ്റം തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ വേറെ കാണിച്ചു തരാം. ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ പൂരി എന്നാ ചൂട്, ചൂടുണ്ട്. അപ്പോൾ നമ്മൾ ഊരിയിട്ടുണ്ട്. ചൂടുണ്ട് ഗൈസ്, ചൂട്. അപ്പോൾ ഇത് 7 വാട്ട്സിൻ്റെ ആണ് കേട്ടോ. 7 വാട്ട്സിൻ്റെ ബൾബാണ്. അപ്പോൾ 7 വാട്ട്സിൻ്റെ നമുക്ക് 6 കാണാൻ കഴിയുന്നത്. ഈ 7 വാട്ട്സിൻ്റെ ഈ ബൾബ് മേലുള്ളത് ഏകദേശം 6 ഇതാണ്. 6 LED ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഏതാ കമ്പനി, വിപ്രോ തേജസോ അങ്ങനെ ഏതോന്നാണ്. അപ്പോൾ നമുക്ക് വേറെ 7 വാട്ട്സിൻ്റെ ഇല്ല ഗൈസ്, വെയിറ്റ്. അപ്പോൾ വേറൊരു 7 വാട്ട്സിൻ്റെ കിട്ടിയിട്ടുണ്ട്. ഇത് ഓറിയൻറ്റ് ഇത് എല്ലായിടത്തും കാണുന്ന ഒരു തോന്നുന്നു. ഇത് 7 വാട്ട്സ് ആണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് കുറച്ച് റിസ്ക് ഉണ്ട് ഗൈസ്. ഇതൊക്കെ നല്ല പശ ഒട്ടിച്ചാണ്. മറ്റൊന്നും അങ്ങനെ അധികം പശൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ഇനി തോന്നുന്നു. ഭയങ്കര നല്ല റിസ്ക് ഉണ്ട്. അല്ല പൊട്ടി, ഇവൻ പൊളിയാട്ടാ. ഓറിയൻ്റ് ഇലക്ട്രിക് പൊളിയാണ് തോന്നുന്നു. എത്രയായിട്ട് തുറക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അത് നമ്മൾ തുറന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 6 അല്ല 7 ആണ്. 7 ആണ്. അപ്പോൾ ഏതാടാ ഇതിൽ നല്ല ചതിക്കുണ്ടല്ലോ എല്ലാ വാട്ട്സിലും. അപ്പോൾ 9 വാട്ട്സിൻ്റെ എനിക്ക് തോന്നുന്നത് ഹ്യൂമെക്സ് ആണ്. അതുപോലെ തന്നെ 7 വാട്ട്സിൻ്റെ ഓറിയൻറ്റ് 3 സ്റ്റാർ എന്നൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഓറിയൻ്റ് ഇലക്ട്രിക് അതാണ് എനിക്ക് തോന്നുന്നത്. ഇത് 7 ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു 7 ഉണ്ട്. പിന്നെ 9 വാട്ട്സിൻ്റെ 16ഉം 18ആണ്, 2 കുറവുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ, 9 വാട്ട്സിൻ്റെ
ഇതല്ല, ഇത് എന്താ നമുക്ക് നേരിട്ട് ഊരാൻ കഴിയുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് കുടുക്കി ഇത് എന്തൊരു കുയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളതല്ല, ഇത് വർക്ക് ചെയ്യാത്തതായിരുന്നു. വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഊരാൻ പോകുന്നത്. ഇത് ഇവിടെ ഒരു ക്ലിപ്പാണ് കേട്ടോ, ഒരു ക്ലിപ്പ് മാതിരിയാണ്. അത് ഈ ക്ലിപ്പിൽ ഇവിടെ ആയിരിക്കും. യെസ്, അങ്ങനെ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതാണ്. ഇത് ഞാൻ സെല്ലോ ടേപ്പൊക്കെ ചുറ്റിയതാണ്. ഈ ഒരു കറ പോലെ ചളി പോലെ തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇത് ഊരി. ഇനി ഇതാണ് നമ്മൾ എന്താ വാട്ട് ഇൻസൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഊരിയെടുക്കാം. അപ്പോൾ നമ്മൾ 2 സ്ക്രൂ ഊരിയിട്ടുണ്ട്. അവിടെ പശയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ പശ കാരണമാണ് നേരത്തെ നമുക്ക് തുറക്കാൻ കഴിയായിരുന്നത്. ഉണ്ടോ, ഇതൊരു പശയാണ്. തുറക്കാൻ കഴിയുന്നില്ല ഗൈസ്. സ്കൂട്ടർ കളി. നമുക്ക് LED കിട്ടുന്നുണ്ട്. LED കിട്ടിയല്ല, LED വയർ വരാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ LED ഉള്ളിൽ പോയിട്ട് പൊട്ടും. പൊട്ടുന്നതിൽ ഒരു ഡൗട്ടില്ല. LED ആണ് കിട്ടുന്നത്. പൊട്ടുന്നുള്ളതിൽ ഒരു ഡൗട്ടില്ല. നമ്മൾ തപ്പുണ്ട്. അപ്പോൾ എന്ത് പശ ഇത് കൂടുന്നുണ്ട്. പശ കഴിക്കും. രക്ഷയില്ല പശ തുറക്കും. ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഡൗട്ട്. ഇത് വർക്ക് ചെയ്യാൻ സാധ്യതയാണ്. പശ കാര്യങ്ങളൊക്കെ പുറത്ത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ കിട്ടുന്നില്ല. ഇത് ജസ്റ്റ് ഇവിടെ പൊട്ടിക്കേണ്ടി വരും എന്നൊരു ഡൗട്ടുണ്ട്. പൊട്ടുന്നുണ്ട് അറിയൂല. അപ്പം അങ്ങനെ ഒരു ബൾബ് വർക്ക് ചെയ്യാനുണ്ടല്ലേ. ഇത് കിട്ടാനല്ല, കിട്ടില്ല, ഫുള്ള് പൊട്ടി പോകാൻ. അമ്മ രീതിയിലാണ്. അപ്പോൾ ബാക്കിയുള്ള അങ്ങനെ എൻ്റെ പൊന്നു മച്ചന്മാരെ, കുറേ പരിശ്രമത്തിന് ശേഷം ഇവിടെ ഫുള്ള് പൊട്ടിച്ചാണ്ട് ഇത് നമ്മൾ എടുത്തിരിക്കുകയാണ്. അയ്യോ, ഇതെന്താ, ഇനി നമ്മൾ ഇത് സോൾഡറിങ് ചെയ്താണ്ട് ഒഴിവാക്കണം തോന്നുന്നു. ചെറിയൊരു ഉള്ളിൽ ചെറിയൊരു ഇത് എന്തൊക്കെ ബോർഡൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഇത് സോൾഡർ ചെയ്ത് ഒഴിവാക്കാം. സോൾഡറിങ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നല്ലോണം സൂക്ഷിക്കണേ, മുന്നറിയിപ്പ്. അങ്ങനെ സോൾഡറിങ് അയൺ നമ്മൾ വെച്ചിട്ടുണ്ട്. ചൂടൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ചൂടായില്ലേ ഗൈസ്, ചൂടായിക്കോട്ടെ. പൊട്ടിത്തെറിച്ചോ പഠിച്ചോനെ. ആ പൂത്തിരിയൊക്കെ കത്തിച്ചാൽ മണം ഉണ്ടാവില്ലേ? ആ ഒരു മണമുണ്ട് ഗൈസ്. നല്ല ചൂടുണ്ട്. ഓ, പുക 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 പുക. കയ്യ പൊള്ളി. നമുക്ക് ചൂടെത്തുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ തിളക്കുണ്ട്. ഇങ്ങനെ ഇപ്പം കാണിച്ചു തരാം. നോക്കിട്ടോ, അതിൻ്റെ സൈഡ് കാണുന്നില്ല. ഒരു കാണാൻ വയ്യില്ലല്ലോ. ഇതല്ലേ ഒഴിവാക്കേണ്ടത്? ഇതന്നെ. സാധാരണ ഇതൊക്കെ കുത്തി പൊട്ടിക്കാറാണ് ചില വീഡിയോസിലൊക്കെ കാണാൻ. പോകുന്നുണ്ട് ഗായ്സ്. യെസ്, ഇത് ഇളക്കിയിട്ടുണ്ട്. ഇത് എൻ്റെ പൊന്നെ അമ്മയ്ക്ക്
ഒരാളെ കൈയും കൂടി ഉണ്ടെങ്കിൽ അടിയിൽ നിന്ന് വലിക്കാമായിരുന്നു. ആരുമില്ല. ജസ്റ്റ് വലിച്ചു നോക്കാം ഈ സോൾഡർ. നോ ഗൈസ്, പിന്നെ വേണ്ടില്ല. ഇതുരുകോ, നമുക്ക് ഉരുക്കാണ്ട് ഇതിമൊക്കെ ജസ്റ്റ് ഇടാം. വേറെ മാർഗമില്ല. ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ സോൾഡിങ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല സൂക്ഷിക്കണേ, മുന്നറിയിപ്പ്. ഞാൻ ജസ്റ്റ് വലിച്ചു നോക്കാം. എത്ര പോന്നായി. രണ്ടും റെഡി ആയില്ലേ? ഓ, ബൾബിൻ്റെ ഇതിമൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ ചൂട്. എൻ്റെ പൊന്നെ, ചൂട് ചൂട് ചൂട്. അങ്ങനെ നമുക്ക് അതിൻ്റെ ഉള്ളിലെ എല്ലാ സാധനവും കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി ഈ ബൾബ് ഇനി വേണമെങ്കിൽ റീടേക്ക് ആയിട്ട് നമുക്ക് ഈ ബൾബ് യൂസ് ചെയ്യാം കേട്ടോ, ലെഡൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ചൂട് ചൂട് ചൂട്. ആകെ വരുന്നത് ഇവിടെ എന്താ ബൾബ് ബോർഡർമൊക്കെയുള്ള ഒരു കണക്ഷനാണ് ഇത്. ബൾബ് ബോർഡർ എന്താ അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കാനുള്ളൊരു ലോക്ക് പോലെ ഉണ്ടോ, നമുക്ക് ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് നിൽക്കാനുള്ളൊരു ലോക്ക് മാത്രമാണ്. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത്. അതായത് നമ്മൾ LED കൊടുക്കുമ്പോൾ പ്ലസ് മൈനസ് ഉണ്ടാവില്ലേ, അതേപോലെ അത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഒരു ബോർഡ് പോലെ അല്ല, ഒരു കൂട് പോലെയാണ്, കാലിയാണ്. പിന്നെ ഫുള്ള് വരുന്നത് ഇവിടെയാണ്. മോനത്തൊക്കെ എന്തത് ഒരു ചെറിയ ബോർഡാണ് വരുന്നത്. സോൾഡറിങ് ആയ്മ കുറേ കളിച്ചിട്ടായ്മ. നല്ല ചൂടുണ്ട്, ചൂട് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണവർക്ക് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവുള്ളൂ. ഇത് മറ്റേ എന്താ ടൈപ്പിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ ടൈപ്പിൻ്റെയൊക്കെ കുത്തി പൊളിച്ചുകൊണ്ട് എനിക്കറിയാം. ഇതിൻ്റെ പേര് ഇപ്പം എന്താ എനിക്ക് കറക്റ്റ് പിടുത്തം കിട്ടുന്നില്ല. ഇതിൻ്റെ വലുതൊക്കെ തന്നെ ഉണ്ടായിന്. പിന്നെ ഇതൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഫുള്ള് കാണിച്ചു തരാം. ഇങ്ങനത്തെ നീല രണ്ടെണ്ണം ഉണ്ട്. അതുപോലെ തന്നെ ഇത് മറ്റേ അധികം ഓവർലോഡ് പോകാതെക്കാണ് തോന്നുന്നു. ഇത് LED മേലൊക്കെ ഞാൻ കൊടുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഇതിൻ്റെ ഉപ്പിമേലൊക്കെ എഴുതിയേ 63V 10P F8 അങ്ങനെ എന്തൊക്കെയാണ് കൊടുത്ത് എഴുതിയിട്ടുണ്ട്. എന്താ കുറേ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ബൾബിൽ വെച്ച് ഏറ്റവും നല്ലതെന്ന് പറയാൻ ഫുള്ള് കമ്പനി എടുക്കേണ്ടി വരും. ഏതിനിപ്പോൾ ഇതിൽ ഏകദേശം 16 വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഹ്യൂമാക്സോ അതിൽ 18 വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്. എന്താ ഈ 9 വാട്ട്സിൽ കേട്ടോ, 9 വാട്ട്സിൽ ഏറ്റവും നല്ലത് ഹ്യൂമാക്സ് ആണ് എനിക്ക് തോന്നുന്നത്. ഇതാണ്. ഇത് എത്രയായിട്ട് തുറക്കാനൊന്നും കഴിയുന്നില്ല. അപ്പോൾ ഹ്യൂമാക്സ് തന്നെയാണ് നല്ലത്. പിന്നെ 7 വാട്ട്സിൻ്റെ വരികയാണെങ്കിൽ 7 വാട്ട്സിൻ്റെ ഏറ്റവും നല്ലത് ബി ഓറിയൻറ്റ് ഇലക്ട്രിക്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാൻ ജസ്റ്റ് ഒരു എന്താ ക്യൂരിയോസിറ്റിൻ്റെ പുറമെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത്രയും നേരം എന്നെ സഹിച്ചവർക്ക് എൻ്റെ എല്ലാ നന്ദിയും. അതുപോലെ തന്നെ ഇതിലിപ്പോൾ കാര്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധ്യത ഈ ബൾബിൻ്റെ ലൈറ്റും കാര്യങ്ങളും ഏത് കമ്പനി മോശം ഏത് കമ്പനി നല്ലതെന്ന് എന്താ മനസ്സിലാക്കാം. ഇതിപ്പോൾ ഇതിൽ 2 കുറവുണ്ട്.
അതുപോലെ തന്നെ മറ്റേലും 1 കുറവുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യാം. ഫ്രണ്ട്സ് ബൈ. നല്ല മാറ്റം തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ വേറെ കാണിച്ചു തരാം. ഇതിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു ബൾബാണ്. ഇപ്പോൾ ഊരിയിട്ടുള്ളൂ, നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഊരിയിട്ടുണ്ട്. ഇത് 7 വാട്ട്സാണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോസ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ബൾബ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. യൂട്യൂബിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം, ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ബൾബ് ഇടുന്നു, അതുപോലെ തന്നെ നമ്മൾ ഇത് പ്രകാശിക്കുന്നു, അതന്നെ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് ഊരിയിട്ടുണ്ട്. ഊരാണ്ട് നമ്മൾ കത്തിക്കുമ്പോൾ ഷോക്ക് അടിച്ചു. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബൾബ് നമുക്ക് ജസ്റ്റ് എല്ലാവർക്കും അറിയാം. ഈ ബൾബിൻ്റെ പേര് LED ബൾബ്. ഇത് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാൻ പോകുന്നത് ജസ്റ്റ് ആകാംക്ഷ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത് നോക്കാം. നമ്മൾ ഇത് വർക്ക് ചെയ്യാത്താണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ ബൾബില്ലേ, സാധാ ബൾബ്, LED ബൾബ്. അപ്പോൾ ഈ LED ബൾബിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത്